തോക്കെടുക്കാൻ തുനിഞ്ഞ ഈ പെണ്ണിനെ സ്നൈപ്പർ ഉന്നം വെക്കുന്നുണ്ടായിരുന്നു. ഒരു ബുദ്ധി തോന്നിയ ടീന ചൂൽക്കമ്പിൽ കണ്ണാടി കെട്ടി സ്നൈപ്പറുടെ സ്ഥാനം തിരിച്ചറിയാൻ ശ്രമിച്ചെങ്കിലും ടൈം എന്ന കൊലയാളി അത് തിരിച്ചറിഞ്ഞു. ദൂരെയുള്ള തന്റെ പ്രതിബിംബം കണ്ണാടിയിൽ പതിയില്ലെന്ന അഹങ്കാരത്തോടെ അയാൾ വെടിയുതിർത്തു. കണ്ണാടി തകർന്നു. ഭയന്നെങ്കിലും ടീന വിട്ടുകൊടുക്കാതെ 1.5 മീറ്റർ ഉയരത്തിൽ അടുത്ത കണ്ണാടി ഉയർത്തി. അതും ടൈം വെടിവെച്ചിട്ടു. എന്നാൽ 2 വെടിയുണ്ടകളുടെയും ദിശ നിരീക്ഷിച്ച ടീന കൊലയാളി 1 കിലോമീറ്റർ അകലെയാണെന്നും ഫ്രിഡ്ജിന് മുകൾ ഭാഗം അയാളുടെ കാഴ്ച കിട്ടാത്ത ഇടമാണെന്നും മനസ്സിലാക്കി. പെട്ടെന്ന് ഫ്രിഡ്ജിന് മുകളിൽ കയറി അവൾ ഒരു സാഹസിക ചാട്ടം നടത്തി. ടീനയെ തിരയാൻ ടൈം തന്റെ വാഹനം മുന്നോട്ട് നീക്കാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ആടുന്ന ജനൽവിരികളിലൂടെ അവളുടെ തന്ത്രം അയാൾ തിരിച്ചറിഞ്ഞത്. വീഴ്ചയുടെ വേദനയിലും രക്ഷപ്പെട്ട ടീന സോഫയ്ക്കടിയിലെ പിസ്റ്റൾ എടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് ദൂരെയായിരുന്നു. ഉടനെ അവൾ സോഫ ബലമായി മറിച്ചിട്ടു. ആ മറവിൽ ടൈമിന്റെ കണ്ണുവെട്ടിച്ച അവൾക്ക് സോഫയ്ക്ക് പിന്നിൽ ഒളിപ്പിച്ചിരുന്ന ഒരു സ്നൈപ്പർ റൈഫിൾ കിട്ടി. ടൈം തന്റെ തോക്ക് വീണ്ടും നിറയ്ക്കുന്നതിനിടെ 1 കിലോമീറ്റർ അകലെയുള്ള ശത്രുവിനെ ടീന ലക്ഷ്യം വെച്ചു. തോക്കുമായി നിൽക്കുന്ന ടീനയെ കണ്ട ടൈം ഭയത്താൽ വിയർത്തു.